ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി മ്യൂച്വൽ ഫണ്ട് ആയിട്ടാണ്. ഓൾറെഡി ഞാനൊരു 10 ദിവസം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തു ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനാലിസിസിന് ശേഷമാണ് ഞാനൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ അനാലിസിസിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കൂടെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇതൊരു സെക്ടറൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് ആണ് ഇത്. ഞാൻ പറയാം, ഇതൊരു ഡിഫൻസ് സെക്ടർ മ്യൂച്വൽ ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് ആണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ടറിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ടാണ്. ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്കൊരു മൂന്നാമത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് ഈ ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗ്രോത്ത് ആണ് ഓൾറെഡി അതിലെ ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്റെ അപ്സ്റ്റോക്സിന്റെ പാനലാണ് ഞാനുള്ളത്. അപ്സ്റ്റോക്സിന്റെ പാനലിലൂടെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഡിഫൻസ് സെക്ടർ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം HDFC ഡിഫൻസ് ഫണ്ട് ഡയറക്റ്റ് പേ ഔട്ട്, അതേപോലെ HDFC ഡിഫൻസ് ഫണ്ട്, മോത്തിലാൽ ഒസ്വാൾ. ഈ ഒരു മൂന്നും HDFC AMCയുടേതാണ്, മോത്തിലാൽ ഒസ്വാളിൻ്റെതാണ്. ഞാനിപ്പോ ഈ പറയുന്നത് മോത്തിലാൽ ഒസ്വാളിന്റെ ഡിഫൻസ് ഫണ്ടിനെ കുറിച്ചാണ്. എങ്കിലും നമുക്ക് ആദ്യം ഈ HDFCന്റെ ഡിഫൻസ് ഫണ്ടിന്റെ ഡയറക്റ്റ് ഗ്രോത്ത് അതിലോട്ടേക്ക് പോവാം. ഇത് മൂന്നും ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. പക്ഷെ ഇത് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. അതേപോലെ ഇത് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. അപ്പൊ നമുക്ക് HDFC ഡിഫൻസ് ഡയറക്റ്റ് ഗ്രോത്തിലോട്ട് പോകാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് HDFC ഡിഫൻസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഈ ഒരു ഫണ്ട് നിലവിൽ വന്നിരിക്കുന്നത് ജൂൺ 2-നാണ്, 2023 ജൂൺ 2-ന്. അപ്പം ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് ലോക്കിംഗ് പീരീഡ്, നോ ലോക്കിംഗ് പീരീഡ് ആണ്. അതേപോലെ NAV ഇപ്പോഴുള്ള ഇതിന്റെ NAV എന്ന് പറയുന്നത് 24.93 ആണ്. ഇതിന്റെ AUM 3233 ക്രോർസ് ആണ് വന്നിരിക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ 0.74% ആണ്. ഇത് ബെഞ്ച് മാർക്ക് ആയിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ആണ് സെക്ടറാണ്. ഓക്കെ, നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടർ. ഫണ്ടിന്റെ പ്ലാന് ഡയറക്റ്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ടാക്സസ് ആസ് യൂഷ്വൽ 1 ഇയറിന്റെ കുറവാണ്. നമ്മളിത് ഹോൾഡ് ചെയ്തിരിക്കുന്നതിൽ 15% ടാക്സസ് വരും. അതേപോലെ തന്നെ 1 ഇയറിൽ കൂടുതലാണെങ്കിൽ 10%. എക്സിറ്റിലോട് ഒരു വർഷത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ 1% ആണ് വരുന്നത്. ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 0 ആണ്. ഇനി ഇത് ഏതെല്ലാം സെക്ടറുകളിലാണ് ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് പോയിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് 69.24%, ടെക്നോളജി സെക്ടറിലോട്ട് 16.17%, അതേപോലെ തന്നെ ബേസിക് മെറ്റീരിയൽസിലോട്ട് 14.59%. ഇനി ഇതിലെ ഹോൾഡിങ്സ് ഏതെല്ലാം സ്റ്റോക്സിലോട്ടാണ് പോയത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ഓർഡിനറി ഷെയർസിൽ 21.22%, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ 19.8%, പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡിൽ 8.09, ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് 6.21%, BEML ലിമിറ്റഡ് 5.95%, സോളാർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്ത്യയിൽ 5.7%. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. DLM ലിമിറ്റഡ് 5.57%, MTR ടെക്നോളജി 4.46%. ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ഞാൻ കംപ്ലീറ്റ് പറയാൻ നിൽക്കുന്നില്ല. ഇതിലോട്ടൊക്കെയാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗ്രോത്ത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആകെ ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇത് നിലവിൽ വന്നിട്ട്, ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നിലവിൽ വന്നിട്ട്. ആ ഒരു വർഷത്തെ ഗ്രോത്ത് എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ നോക്കാം 132.98%. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഒരു 1000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് 1000 ഇൻവെസ്റ്റഡ് ഫോർ 1 ഇയർ, കഴിഞ്ഞ ഒരു വർഷം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 2329.8 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. കാണുന്നുണ്ടെങ്കിൽ 132.98%
99.98%, അറൗണ്ട് 133% പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആലോചിക്കാം അല്ലെ, ഹൈലി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ഹൈ പ്രോഫിറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ HDFCയിലുള്ള ഇവർക്ക് കിട്ടിയത്. ഇനി ഈ HDFCയിൽ എങ്ങനെയാണ് ഇപ്പൊ നോക്കാം നമുക്ക്. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചാലോ, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ലംസം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് SIP ആയിട്ട് ഓരോ മാസവും SIP ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മാറ്റി രണ്ടാമത്തേലോട്ട് വേറൊരു മ്യൂച്വൽ ഫണ്ട്, സെയിം സെക്ടറിലുള്ള വേറൊരു മ്യൂച്വൽ ഫണ്ട് തരാനുള്ള കാരണം ഈ ഇതില് ഒരു ലംസം ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അവർ ക്ലോസ് ചെയ്തത് കൊണ്ടാണ്. SIP മാത്രം ഇപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത മോത്തിലാൽ ഒസ്വാലിന്റെ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫണ്ടിലേക്ക് പോയി നോക്കാം. നിങ്ങൾ ഇവിടെ കണ്ടു അല്ലെ, ഏറ്റവും താഴെ മോത്തിലാൽ ഒസ്വാൽ HDFCയുടേതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനിയുള്ളത് മോത്തിലാൽ ഒസ്വാലിന്റെ ഈ 2 AMCയുടെ മ്യൂച്വൽ ഫണ്ട് മാത്രമേ ഇപ്പോൾ ഡിഫൻസ് സെക്ടറിനെ ബേസ് ചെയ്തെങ്ങാണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. എല്ലാം തന്നെ ഇപ്പൊ ഈ ഒരു സെർച്ചിങ് ബോക്സിൽ വരേണ്ടതാണ്. ഇപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോത്തിലാൽ ഒസ്വാൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട്, അതായത് ഞാനിപ്പോ ചൂസ് ചെയ്ത മ്യൂച്വൽ ഫണ്ട്. നമുക്ക് നോക്കാം. ഇതാ മോത്തിലാൽ ഒസ്വാൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇത് ഓപ്പൺ ആയിരിക്കുന്നത് ജൂലൈ 3-ാം തീയതിയാണ് 2024. ഈ വർഷം ഈ മാസം 3-ാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജസ്റ്റ് ഒരു 10 ദിവസമായിട്ടുള്ളൂ. ഇന്ന് 13-ാം തീയതിയാണ്. NAV വന്നിരിക്കുന്നത് 10.72 ആണ്. AUM ഒന്നും ഇപ്പൊ അവര് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബെഞ്ച് മാർക്ക് കൊടുത്തു നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടർ ആണ്. ഗ്രോത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ്സ് ഹെൽഡ് ലെസ് ദാൻ 1 ഇയർ 15% ആണ്. ടാക്സിൻ്റെത് സെയിം തന്നെ ആസ് യൂഷ്വൽ ആണത്. അതേപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഇത് എന്നുണ്ടെങ്കിൽ 10% നമുക്ക് ഇതിന് ടാക്സ് പോകുന്നത്. എക്സിറ്റിലോട് 15 ദിവസത്തിന് മുമ്പ് നമ്മൾ ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1% നമുക്ക് എക്സിറ്റിലോട് വരുന്നുണ്ട്. അതല്ല 15 ദിവസത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ 0 ആണ് വരുന്നത്. ഫണ്ട് മാനേജേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഏതെല്ലാം സെക്ടറുകളിലാണ്, ഏതെല്ലാം സ്റ്റോക്സിലാണ് എന്നുള്ളതൊന്നും കൊടുത്തില്ല. പക്ഷേ എന്തായാലും തന്നെ നമ്മൾ HDFCയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം ഇതിന്റെ സെക്ടറും ബേസ് ചെയ്യുന്നത് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിലും ഓക്കെ. ഇനി ഈ ഒരു 10 ദിവസത്തെ ഒരു ഇതെന്ന് പറയുന്നത് കണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1 ഇയറിന്റെ അപ്പോട്ട് ഒരു 1 മന്തിന്റെ തന്നെ 26.73%. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു 3-ാം തീയതി ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് 26.73%, അതായത് 1000 രൂപ ഒരാഴ്ച മുമ്പ് ഇട്ടിരിക്കുന്ന 1713 പക്ഷെ ഞാൻ അതിനെ ബേസ് ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ ഈ ഒരു ഫണ്ട് ഏകദേശം ഒരു 10, 12, 14 ദിവസങ്ങൾക്ക് മുമ്പ് ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിത് NFOയുടെ സമയത്ത്, ന്യൂ ഫണ്ട് ഓഫറിങ്ങിന്റെ സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ഫണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിന്റെ തന്നെ കമ്പാരിസണിൽ വരുന്ന ഫണ്ടാണ് HDFCയുടെ ഡിഫൻസ് ഫണ്ട്. അത് വളരെ നല്ല റിട്ടേൺസ് കൊടുത്തത് കൊണ്ട് തന്നെ, അത് പോരാത്തതിന് ആ ഒരു സെക്ടറിൽ വേറൊരു മ്യൂച്വൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടും എൻ്റെ ഒരു നിഗമനത്തിൽ, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു ഫണ്ടും അത്യാവശ്യം നല്ല ഗ്രോത്ത് നമുക്ക് വരുന്ന സമയത്ത് തരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളതായിട്ടുള്ള അനാലിസിസ് നടത്തുക. അതിനുശേഷം എന്താണ് നിങ്ങളുടെ അനാലിസിസ് എന്നുള്ളത് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് VM റഫീഖ് സൈനിങ് ഓഫ്.